ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒട്ടും എണ്ണ ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി ഇഷ്ടമാകും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം അതിലേക്കുള്ള മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് മെൽറ്റായി വന്നാൽ മതിയാകും. ശർക്കരയുടെ നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് അരിച്ചെടുക്കാത്തത്. കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചതിന് ശേഷം വേണം മാറ്റി വയ്ക്കാനായിട്ട്. ഇനി അതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. പഴം ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കണം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒട്ടും തരികളില്ലാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ എടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതിന് തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. 250 ml കപ്പിൽ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ശർക്കരപ്പാനിയും കൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂണിന് താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ആദ്യം നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് ഇനി ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ടും ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാനിവിടെ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്തും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു പ്ലേറ്റും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ സ്റ്റീൽ പ്ലേറ്റിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പ്ലേറ്റിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഇതൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം. പലഹാരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നത്. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്തെടുത്താലും മതിയാകും. നെയ്യെല്ലാം ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാറ്റർ ഫുള്ളായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ ഒരു 25 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇനി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. കുക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു സ്പാച്ചില കൊണ്ട് ഒന്ന് സൈഡെല്ലാം ഒന്ന് വിടിയിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
പ്ലേറ്റിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതിയാകും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.